പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ ആദ്യത്തെ രാഷ്ട്രങ്ങളിലൊന്നാണ് തുർക്കി. പാകിസ്ഥാന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമെന്നായിരുന്നു തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ പ്രതികരണം. പിന്നാലെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വിളിച്ച് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി. തുർക്കി വിദേശകാര്യമന്ത്രി ഫക്കാൻ ഫിദാൻ പാക് മുഹമ്മദ് ഇസ്ഹാഖ് ദറിനെയും വിളിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു. പിന്നാലെ തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി ആയുധങ്ങളുമായി തുർക്കിയുടെ കപ്പലുകൾ എത്തിയതായും റിപ്പോർട്ട് വന്നു. അത്യാധുനിക ഡ്രോണുകളാണ് എത്തിച്ചു നൽകിയതെന്നാണ് വിവരം. പിന്നാലെയാണ് ഇന്ത്യയിൽ 36 ഇടങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. അസിസ് ഗാർഡ് സോങ്കർ, ബൈരക്തർ, അക്കിഞ്ചി എന്നിങ്ങനെ പേരുള്ള തുർക്കി ഡ്രോണുകളായിരുന്നു ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് സൂചന. ആക്രമണ ശ്രമം പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ മിസൈൽ ഡിഫൻസ് സംവിധാനം തകർത്തു. പാകിസ്ഥാനുള്ള ആയുധ സഹായ വാർത്തകൾക്ക് പിന്നാലെ തുർക്കിക്കെതിരെ ഇന്ത്യയിൽ വൻ ബഹിഷ്കരണ ക്യാമ്പയിൻ നടന്നു. തുർക്കി ആപ്പിളുകളും മാർബിളുകളുമെല്ലാം മാർക്കറ്റുകളിൽ നിന്ന് വ്യാപകമായി മാറ്റി നിർത്തപ്പെട്ടു. IIT ബോംബെ, ജാമിയ മിലിയ, JNU, മൗലാന ആസാദ്, ഡൽഹി യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, ലവ്ലി പ്രൊഫഷണൽ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുർക്കി സർവകലാശാലകളുമായുള്ള MOU റദ്ദാക്കി. ഇതിനിടെയാണ് തുർക്കി എയർപോർട്ട് ഗ്രൗണ്ട് സർവീസ് കമ്പനിയായ സെലബി ഏവിയേഷന്റെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കുന്നത്. ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ്, കൊച്ചി, ഗോവ, കണ്ണൂർ എന്നിങ്ങനെ രാജ്യത്തെ പ്രമുഖ വിമാനത്താവളങ്ങളിലെല്ലാം ഗ്രൗണ്ട് സർവീസിന് മേൽനോട്ടം വഹിച്ചിരുന്നത് സെലബിയായിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിക്കുകയായിരുന്നു കേന്ദ്രം. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അഥവാ BCAS കമ്പനിക്ക് കീഴിലുള്ള സെലബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെയായിരുന്നു നടപടി. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു ആണ് പ്രഖ്യാപനം നടത്തിയത്. സെലബിയുടെ ജീവനക്കാരെ തന്നെ നിർത്തി എയർപോർട്ട് സേവനങ്ങൾ തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സെലബി പ്രതിഷേധവുമായി രംഗത്തെത്തി. സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. കൃത്യമായ വിശദീകരണമോ തെളിവുകളോ ഇല്ലാതെ അവ്യക്തമായ ദേശീയ സുരക്ഷാ കാരണങ്ങളാണ് നടപടിക്ക് കാരണമായി വ്യക്തമാക്കിയിട്ടുള്ളത് എന്നായിരുന്നു ഹർജിയിൽ കമ്പനി വാദിച്ചത്. കമ്പനിക്ക് കീഴിലുള്ള 4000-ഓളം വരുന്ന തൊഴിലാളികളെ ഇത് ബാധിക്കും. തങ്ങളുടെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും ഇത് ബാധിക്കുമെന്നും കമ്പനി ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. അതിനിടെ ഉർദുഗാനുമായും അദ്ദേഹത്തിന്റെ മകൾ സുമയ്യ ഉർദുഗാനുമായും കമ്പനിക്ക് ബന്ധമുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നു. തുർക്കി ഭരണകൂടവുമായും ബന്ധം ആരോപിക്കപ്പെട്ടു. സുമയ്യ ഉർദുഗാൻ സെലബിയുടെ സഹ ഉടമയാണെന്നും കമ്പനിയിൽ ഓഹരി ഉടമയാണെന്നുമെല്ലാമായിരുന്നു പ്രചാരണങ്ങൾ. അവരുടെ ഭർത്താവ് സെൽജൂഖ് ബൈരക്തർ തുർക്കി ഡിഫൻസ് കമ്പനിയായ ബൈക്കാറിന്റെ ചെയർമാനും ചീഫ് ടെക്നോളജി ഓഫീസറുമാണ്. ബൈരക്തർ, അക്കിഞ്ചി ഉൾപ്പെടെയുള്ള അത്യാധുനിക ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് ഈ കമ്പനി. പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ചതും ഇതേ ഡ്രോണുകളായിരുന്നുവെന്നാണ് ആരോപണം ഉയർന്നത്. ഈ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് സുമയ്യയ്ക്ക് ഉടമസ്ഥതയുള്ള സെലബിയെ നിരോധിക്കാൻ ഒരു വശത്ത് കാരണങ്ങൾ നിരത്തപ്പെട്ടത്. എന്നാൽ അത്തരം ആരോപണങ്ങളെല്ലാം സെലബി മാനേജ്മെന്റ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സുമയ്യ ഉർദുഗാൻ കമ്പനി ഉടമയാണെന്നും ഓഹരി ഉണ്ടെന്നുമെല്ലാം ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട്. ഇത് തെറ്റായ പ്രചാരണമാണെന്നാണ് സെലബി പ്രതികരിച്ചത്. കാൻ സെലബിയോഗ്ലു, കെനാൻ സെലബിയോഗ്ലു എന്നിവർ ഉൾപ്പെടുന്ന സെലബിയോഗ്ലു കുടുംബത്തിലെ ഏതാനും പേർക്ക് മാത്രമാണ് കമ്പനിയിൽ ഓഹരി ഉള്ളത്. 35% ഇവരുടെ ഓഹരി. ബാക്കിയുള്ള ഓഹരി ഉടമകളെല്ലാം വിദേശികളാണെന്നും സുമയ്യ എന്നൊരാൾ അക്കൂട്ടത്തിൽ ഇല്ലെന്നും കമ്പനി വ്യക്തമാക്കി. കമ്പനിക്ക് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ബന്ധമില്ലെന്നും സെലബി അറിയിച്ചു. റജബ് തയ്യിബ് ഉർദുഗാൻ, എമിൻ ഉർദുഗാൻ ദമ്പതികളുടെ ഇളയ മകളാണ് സുമയ്യ. ട്രാബ്സണിലെ അർക്ലി ഇമാം ഫാത്തിബ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അമേരിക്ക, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസം. ഇന്ത്യാന യൂണിവേഴ്സിറ്റി ബ്ലൂമിംഗ്ടണിൽ നിന്ന് സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദവും, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. പിന്നീട് ജോർദാൻ സർവകലാശാലയിൽ നിന്ന് അറബിയിലും ബിരുദം നേടി. പഠനം പൂർത്തിയാക്കിയ ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ സുമയ്യ 2013 പിതാവ് ഉർദുഗാന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഉർദുഗാന്റെ AK പാർട്ടിയിൽ വിദേശകാര്യ കൺസൾട്ടന്റായും സേവനമനുഷ്ഠിച്ചു. ഇതിനിടയിൽ വിമൻ ആൻഡ് ഡെമോക്രസി അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടനയ്ക്കും രൂപം നൽകി. സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുകയും സ്ത്രീ അവകാശങ്ങളും തുല്യനീതിയും ഉറപ്പാക്കുകയുമായിരുന്നു കൂട്ടായ്മയുടെ ലക്ഷ്യം. 2010 ഡൊറൂഖ് ഇസ്ഗാറ എന്ന പേരിൽ സഹോദരൻ ബിലാൽ ഉർദുഗാനുമായി ചേർന്ന് ഒരു ഫുഡ് കമ്പനിക്കും തുടക്കമിടുന്നുണ്ട് ഇവർ. 2016 സെൽജൂഖ് ബൈരക്തറുമായുള്ള വിവാഹം നടക്കുന്നത്.